ദേണ്ടേ ചേച്ചിമാര് കൊണ്ടുവന്നത് കണ്ടോ? ഇലനിറയെ ഒരു ലോഡ് വിഭവങ്ങളുമായി നാട്ടിൻപുറത്തെ ഉച്ചയൂണ്. നമ്മുടെ വീട്ടിലെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. വീട്ടിലെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാ അല്ലേ? ചേച്ചി കൊണ്ടുവരുന്നത് എന്തോ കൊഞ്ച് ചമ്മന്തിയാണ്. ഷാപ്പിൽ നിന്നിട്ടുണ്ടോ? കോട്ടയം, ആര്യാസ്, അങ്ങനെ ഒരുപാട് കടകളിലൊക്കെ വർക്ക് ചെയ്ത. പിന്നെ ഗൾഫിലും പോയിട്ടുണ്ട്. ചിക്കൻ പിരട്ടും മാമ്പഴ പുളിശ്ശേരിയും കപ്പയും കേരക്കറിയും ചെമ്മീൻ ചമ്മന്തിയും മീൻ പൊരിച്ചതുമൊക്കെ ഈ ഉച്ചയൂണിലുണ്ട്. ഈ കുഞ്ഞു വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെയും ഊണുകാലായാൽ നിങ്ങൾക്ക് മുമ്പിൽ നിരക്കും. സ്നേഹത്തോടെ രണ്ട് ചേച്ചിമാർ വിളമ്പുന്ന നന്മയുള്ള ഉച്ചയൂണ്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര വാത്തുകുളം അടുത്ത് പുത്തൻകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ആലൊക്കെയുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചേച്ചിമാരുടെ നല്ല അടിപൊളി ഒരു ഉച്ചയൂണുണ്ട്. 10-12 ഐറ്റം വിഭവങ്ങളും ഒക്കെ ആയിട്ട് നാട്ടിൻപുറത്ത് വിളമ്പുന്ന നല്ല അടിപൊളി ഉച്ചയൂണ്. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നാടൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയുടെ മുമ്പിലാണ് ഞാനുള്ളത്. നോക്കിയേ, എല്ലാ നാടൻ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരെ ഞാൻ സമ്മതിച്ചു. കാരണം ഇത്രയും വിഭവങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞോ? എൻ്റെ പേര് ഗംഗ ചേച്ചി, ഗീത. അപ്പൊ രണ്ടുപേരും കൂടെ തുടങ്ങിയ ഒരു പരിപാടിയാണല്ലേ? നമുക്ക് ഊണിന് എന്തുമാത്രം വിഭവങ്ങൾ ഉണ്ടാവും? 10 കൂട്ടം കറികളും മീൻ വറുത്തത്. 10 കൂട്ടം കറികളുണ്ട്, മീൻ വറുത്തതുണ്ട്. ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് മറ്റുള്ള ഐറ്റങ്ങളെല്ലാം. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്? അത് ഞാൻ ലാസ്റ്റ് ജോലി ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി കഷ്ടപ്പാട് തോന്നിയപ്പോഴത്തേക്ക് വിചാരിച്ചെന്നാൽ സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി. ചേച്ചി ഷാപ്പിലൊക്കെ ഷാപ്പിൽ നിന്നിട്ടുണ്ടോ? കോട്ടയം, ആര്യാസ്, അങ്ങനെ ഒരുപാട് കടകളിലൊക്കെ വർക്ക് ചെയ്ത. പിന്നെ ഗൾഫിലും പോയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഷാപ്പിലെ രുചി വീട്ടിൽ കൊടുക്കാന്ന് കരുതി. അതാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങിയതിന്റെ കാര്യം. ഇത് എങ്ങനെ കൂട്ടുകാരിയാണോ? ഇത് എന്റെ ചേച്ചിയാണ്. അപ്പൊ രണ്ടുപേരും കൂടെ എത്ര മണിക്ക് തുടങ്ങും പരിപാടി? ഞങ്ങള് 4 മണിയാകുമ്പോ എഴുന്നേക്കും. പക്ഷെ ഇന്നലെ ഓർഡർ ഉണ്ടായിരുന്നോണ്ട് ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ട്. ഓർഡറൊക്കെ വരുന്നുണ്ട്. ഓർഡറൊക്കെ ചെയ്തു കൊടുക്കും. രണ്ടുപേരും തമ്മിലാണോ ചെയ്തു കൊടുക്കുന്നത്? വേറെ ആരുമില്ല, സ്റ്റാഫ് ആരുമില്ല. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ അംഗീകരിക്കണം. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ, ഞാനിപ്പോ വന്നിട്ട് കുറച്ചു നേരമേ ആയുള്ളൂ, ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ പെരട്ടാണ് ചേച്ചി കാണിക്കുന്നത്. പിന്നെ ഉള്ളത് മീൻ വറുത്തത് അല്ലേ? കപ്പയുണ്ട്. കേരമീൻ കറിയാണ്. കേരമീൻ കറിയാണോ? അതെ. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. സ്പെഷ്യലാണ് മാമ്പഴ പുളിശ്ശേരി അല്ലേ? മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. അതുപോലെ തന്നെ ഈ കക്കാറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ഉണ്ട്. ഞങ്ങൾ ചെയ്തില്ല. നിങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു നാട്ടും പ്രദേശമാണ് അല്ലേ? അപ്പൊ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഊണ് കരുതുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലൂടെ ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിമാര് കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഓർഡറുകൾ, നല്ല ഊണിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥലം കറക്റ്റ് വരുന്നത് എവിടെയാണ്? ഇത് പുത്തൻകുളങ്ങര ലൊക്കേഷൻ. പുത്തൻകുളങ്ങര എന്ന് പറയും. മാവേലിക്കര പല്ലാരിമംഗലം റോഡ്, പുത്തൻകുളങ്ങര. ഊണിന് എത്ര രൂപയാ? 90 രൂപ. മീൻ വറുത്ത എല്ലാം ഉൾപ്പെടെ 90 രൂപ. പാഴ്സൽ ആണെങ്കിൽ 100 രൂപ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ചിക്കൻ പെരട്ട അല്ലേ? ഞാൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയാണ്. നമ്മുടെ വീട്ടിലെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. വീട്ടിലെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ ചേച്ചിയുടെ കയ്യിരിക്കുന്ന പറയുമ്പോൾ മീൻ വറുത്താണ്. ഓരോ ദിവസം ഓരോ മീനായിരിക്കും അല്ലേ? ഇന്ന് എന്ത് മീനാ കിട്ടിയത്? ഇന്ന് പൂങ്കണ്ണി. പൂങ്കണ്ണി, അടിപൊളി മീൻ. അതുപോലെ തന്നെ ഇവിടെ കാണാൻ അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, കടുമാങ്ങ അച്ചാറുണ്ട്, ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ കാണും ഇടയ്ക്കല്ലേ? മറന്നുപോയി എടുക്കാൻ പോകുന്നു. അതുപോലെ ചേച്ചി മറന്നുപോയി, ഞാൻ തുടക്കത്തിലാ പറഞ്ഞത് എടുത്തു വെക്കണം. പുളിശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ്. ദേ കൊണ്ടുവരുന്നു, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇന്ന് കുറച്ചേ ഉള്ളൂ. ദേ ചേച്ചി കൊണ്ടുവരുന്നു എന്തോ കൊഞ്ച് ചമ്മന്തിയാണ്. ദേണ്ട നോക്കിയേ, ഇല നിറച്ച് വിഭവങ്ങളാണ് വിളമ്പി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പപ്പടം ഉൾപ്പെടെ നോക്കിയേ, പപ്പടം, മീൻ വറുത്തത്, കേരക്കറി ഉൾപ്പെടെയാണ് 90 രൂപയ്ക്ക് ഊണ് വിളമ്പുന്നത് കേട്ടോ. ദേ ചിക്കൻ പെരട്ട് 120 രൂപയാണ് ചിക്കൻ പെരട്ടിന്. അപ്പോൾ നമ്മുടെ ഊണിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ പെരട്ട്. ഇത് മാത്രമാണ് സ്പെഷ്യൽ. ബാക്കി ഈ ഊണിൻ്റെ വില എന്ന് പറയുമ്പോൾ 90 രൂപ. അതിനകത്ത് ദേ കേരക്കറി ഉൾപ്പെടെയാണ് 90 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊരു സാമ്പാർ പ്രിയനായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സാമ്പാർ ഇങ്ങനെ ചോറിനകത്തോട്ട് ഒഴിച്ചിട്ട്, അപ്പോൾ സാമ്പാറും ചോറും. അപ്പോൾ തൊടുകറിയായിട്ട് ഒരുപാട് കറികളുണ്ട്. കൂട്ടത്തിൽ ഞാനിപ്പോൾ ചോദിച്ചത് മറന്നുപോയി കൊണ്ടു വെക്കാൻ വേണ്ടി. ചെമ്മീനാണ് കേട്ടോ, ചെമ്മീൻ ചമ്മന്തി. അടിപൊളി ഊണാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. സാമ്പാറും ചെമ്മീൻ ചമ്മന്തിയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും.
ഇനി കുറച്ച് കപ്പ എടുക്കാവേ. അപ്പോൾ കപ്പയും മീൻകറിയും. മീൻ ചാറ് ഇവിടെ ഉണ്ട്. ഇതുണ്ടല്ലോ കേരമീൻ്റെ ചാറാണേ. അപ്പം മീൻകറി എല്ലാം 90-നകത്ത് ഉള്ള ഊണിനകത്തുള്ളതാണേ. കപ്പയും മീൻകറിയും നല്ല കിടിലൻ ഷാപ്പിലെ കറി. ഷാപ്പിലെ കറി അതേ ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. അതിനകത്ത് ഈ കറിക്കകത്ത് ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അല്ലേ ചേച്ചി? നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ കറി കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ മീൻ വറുത്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഊണിന് 140 രൂപ കൊടുക്കണം മറ്റുള്ളിടത്താണെങ്കിൽ. നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയി ഊണ് കഴിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കറിയാം. മീൻ വറുത്തത് ഉൾപ്പെടെയാണ് 90 രൂപയ്ക്ക് ഊണ് വിളമ്പുന്നത്. സവാള കുറച്ച് സവാള വെച്ച് ചേച്ചി. ഓക്കെ. അപ്പം പുത്തൻകുളങ്ങര അല്ലേ? പുത്തൻകുളങ്ങരയിലെ മാവേലിക്കര പുത്തൻകുളങ്ങരയിലെ ഊണ് അടിപൊളിയാണ് ചേച്ചിമാരുടെ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നാട്ടിൻപുറ പ്രദേശമാണ്. കൊച്ചു കൊച്ചു കുഞ്ഞ് കടകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ ചേച്ചിമാർ രണ്ടുപേരും കൂടെ ചേർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്യാമറ കണ്ണുകളിലൂടെ പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെന്നോടൊക്കെ പേഴ്സണലി അത് പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ഉച്ചയൂണ് എല്ലാവരും ഒന്ന് മനോഹരമാക്കി വിജയിപ്പിച്ചു കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഊണാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് പെരട്ട് നോക്കിയേ, 120 രൂപയുടെ പെരട്ടാണ്, ചിക്കൻ പെരട്ട്. ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. സംഭവം ഷാപ്പിൽ നിന്നിട്ടുള്ള ആളാണല്ലോ, അപ്പം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും. അത് മീൻകറി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉണ്ടായി, കിട്ടില്ല. ചിക്കൻ പെരട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ, സംശയമില്ലാത്ത കാര്യമാണ്. നാവിൻ്റെ തുമ്പത്തോട്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റ് മനസ്സിലായി. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. നോക്കി, അയ്യോ അതങ്ങോട്ട് ആ ചോറിനകത്തോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ പൊന്ന് സാറേ അടിപൊളിയായിരിക്കും. കിടിലൻ പുളിശ്ശേരി, പ്രത്യേകിച്ച് മാങ്ങ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൈനാപ്പിളും ഒക്കെ കൂടെ ചേർത്ത്, പൈനാപ്പിൾ ഇടുന്നതിനെക്കാട്ടും നല്ലത് മാമ്പഴ പുളിശ്ശേരി. അടിപൊളി, സൂപ്പർ, പൊളിച്ച്. അപ്പോൾ സ്ഥലം മറന്നുകൊണ്ടാ, ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പുത്തൻകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പേര് പോലെ തന്നെ നന്മയുള്ളൊരു വീട്ടിലൂടാണ് കേട്ടോ.